إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയരായി തഖ്വയോടുകൂടെ ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഗൗരവത്തോടുകൂടെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അല്ലാഹുവിനെ ഭയപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമീകരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ 90-ലധികം സ്ഥലങ്ങളിൽ ക്ഷമയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറഞ്ഞതായി കാണാൻ സാധിക്കും. ക്ഷമയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾ ക്ഷമിക്കണം എന്ന് കൽപ്പിച്ചുകൊണ്ട് പരസ്പരം ക്ഷമ ഉപദേശിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച്, ക്ഷമയുടെ ശ്രേഷ്ഠതയെക്കുറിച്ച്, ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട് അങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ വിശുദ്ധ ഖുർആൻ ക്ഷമയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇതെല്ലാം ക്ഷമയുടെ പ്രാധാന്യവും ക്ഷമ അവലംബിക്കേണ്ടതിൻ്റെ അനിവാര്യതയും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ബോധ്യമാക്കുന്ന കാര്യമാണ്. നമ്മൾ ക്ഷമ അവലംബിക്കേണ്ട പ്രധാനപ്പെട്ടൊരു മേഖലയെക്കുറിച്ച്, അതിന് സഹായകരമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഖുത്ബയിലൂടെ പറയാനായി ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാമൂഹ്യ ജീവിയാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ദുനിയാവിൽ നമുക്ക് പലരുമായും ഇടപഴകേണ്ടി വരും. അവരുടെ ഭാഗത്തു നിന്ന് മനുഷ്യർ വ്യത്യസ്ത പ്രകൃതക്കാരും സ്വഭാവക്കാരും ആയതുകൊണ്ട് തന്നെ വ്യത്യസ്ത രൂപത്തിലുള്ള സമീപനങ്ങളും പ്രകൃതങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടി വരും. ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു മകൻ എന്ന നിലയിൽ, മകളെന്ന നിലയിൽ, ഉമ്മ എന്ന നിലയിൽ, വാപ്പ എന്ന നിലയിൽ, അയൽവാസി എന്ന നിലയിൽ, കൂട്ടുകാരൻ എന്ന നിലയിൽ, അങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ ആളുകളുമായി ഇടപഴകുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് വ്യത്യസ്ത തരത്തിലുള്ള പെരുമാറ്റങ്ങൾ അനുഭവിക്കേണ്ടി വരും. പലപ്പോഴും പല ഉപദ്രവങ്ങളും അനുഭവിക്കേണ്ടി വരും. അത്തരം ഘട്ടത്തിൽ ക്ഷമ അവലംബിക്കാനാണ് അള്ളാഹുവിൻ്റെ ദീൻ നമുക്ക് പഠിപ്പിക്കുന്നത്. അത്തരം ഘട്ടത്തിൽ ക്ഷമിക്കുക എന്നത് ഉന്നതമായ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ പ്രതിഫലം ലഭിക്കുന്ന വലിയ നന്മയാണ്. അതിന് സഹായകരമായ കാര്യങ്ങളാണ് ഇന്നത്തെ ഖുത്ബയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അത്തരം ചില കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഏതാനും ചില കാര്യങ്ങളാണ് ഇന്ന് പറയാനായി ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത്, മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ആക്ഷേപങ്ങളോ അതുപോലെ തന്നെ ഉപദ്രവങ്ങളോ പ്രയാസങ്ങളോ അനുഭവിക്കേണ്ടി വരുമ്പോൾ ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനപ്രകാരമാണ് സംഭവിക്കുന്നത്. മനുഷ്യന്റെ ചലനങ്ങളും അടക്കങ്ങളുമെല്ലാം സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നമ്മെ ഉപദ്രവിക്കുന്ന ഈ ആളുടെ പ്രവർത്തനം, അവനെ നമ്മുടെ മേൽ അധികാരപ്പെടുത്തിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദർ അനുസരിച്ച്, അവന്റെ തീരുമാനമനുസരിച്ചാണ് ഇവിടെ നടക്കുന്ന ഓരോ ചലനങ്ങളും എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മെ ഉപദ്രവിച്ചവരോട്, നമ്മെ ആക്ഷേപിച്ചവരോട് നമുക്ക് പക തോന്നുകയില്ല, അവരോട് വിദ്വേഷം തോന്നുകയില്ല. നമുക്കവിടെ ക്ഷമ അവലംബിക്കാൻ
സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തേത്, സ്വന്തം പാപങ്ങളെക്കുറിച്ച് ബോധവാന്മാരാവുക എന്നുള്ളതാണ്. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ അസ്വാബകും മിൻ മുസീബ ഫബിമാ കസബത് ഐദീകും. നിങ്ങൾക്ക് എന്തൊരു മുസീബത്ത് ബാധിക്കുന്നുണ്ടോ അത് നിങ്ങൾ തന്നെ പ്രവർത്തിച്ചത് കാരണത്താലാണ്. ഈ ദുനിയാവിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ, നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ എന്തുമാകട്ടെ, പലപ്പോഴും നമ്മുടെ തന്നെ പ്രവർത്തനത്തിൻ്റെ കാരണത്താലായിരിക്കും അത് സംഭവിക്കുന്നത്. സ്വന്തം പാപങ്ങളെക്കുറിച്ച്, ഞാൻ അള്ളാഹുവിനോടുള്ള ഹക്കിൻ്റെ വിഷയത്തിൽ വീഴ്ച വരുത്തിയവനാണ്, ജീവിതത്തിൽ രഹസ്യമായും പരസ്യമായും പാപങ്ങൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നവനാണ്. ആ പാപങ്ങളുടെ അനന്തര ഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്ന ശിക്ഷയാണ് മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്നുള്ള ഉപദ്രവങ്ങൾ എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ തൗബ ചെയ്യാനും ഇസ്തിഗ്ഫാർ ചെയ്യാനും നമ്മൾ അള്ളാഹുവിലേക്ക് മുന്നിടുന്നുള്ളതാണ്. സ്വന്തം പാപത്തെക്കുറിച്ച് ചിന്തിച്ച് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ അത്തരം സന്ദർഭങ്ങളിൽ, ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉപദ്രവങ്ങൾ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ തുനിയുമെന്നുള്ളതാണ്. അല്ലാതെ അവനോട് എങ്ങനെ പ്രതികരിക്കും, എങ്ങനെ പ്രതികാരം ചെയ്യും, അവനെക്കുറിച്ച് തിരിച്ചെങ്ങനെ പറയും, അതിന് സമയം മാറ്റിവെക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാനും അവരോട് തൗബ ചെയ്യാനും ഇസ്തിഗ്ഫാർ ചെയ്യാനും മനുഷ്യൻ മുന്നിടുന്നുള്ളതാണ്. പാപങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ സാധിച്ചാൽ. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യർജൂന അബ്ദുൻ ഇല്ലാ റബ്ബഹ്. തന്റെ റബ്ബിനെയല്ലാതെ ഒരു അടിമയും പ്രതീക്ഷിക്കാൻ പാടില്ല. വലാ യഖാഫൂന ഇല്ലാ ദൻബഹ്. സ്വന്തം പാപത്തെയല്ലാതെ അവന് പേടിക്കേണ്ടതുമില്ല. സ്വന്തം പാപത്തെയല്ലാതെ അവന് പേടിക്കേണ്ടതുമില്ല എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും. അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഉദ്ധരിക്കപ്പെടുന്നു, മനസല ബലാഉൻ ഇല്ലാ ബിദൻബിൻ. ഒരു ബലാഉം പാപം കൊണ്ടല്ലാതെ ഇറക്കപ്പെട്ടിട്ടില്ല. വലാ റുഫിഅ ഇല്ലാ ബിതൗബ. അത് ഉയർത്തപ്പെടുന്നത് തൗബ കൊണ്ട് മാത്രമാണ് എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ചിന്തിക്കാം, നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ അനന്തര ഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ശിക്ഷയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ശിക്ഷയാണ് ഇത് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തേത്, സഹോദരങ്ങളെ, ക്ഷമിക്കുകയും അതുപോലെ തന്നെ മാപ്പ് നൽകുകയും ചെയ്യുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത പ്രതിഫലങ്ങളെക്കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ ഫമൻ അഫാ വ അസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ് ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഒരു ഉപദ്രവമുണ്ടാകുമ്പോൾ, മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രയാസം അനുഭവിക്കേണ്ടി വരുമ്പോൾ, ഒരു ആക്ഷേപം അല്ലെങ്കിൽ അക്രമം അനുഭവിക്കേണ്ടി വരുമ്പോൾ അതിനെ 3 രൂപത്തിൽ നമുക്ക് നേരിടാം. 3 രൂപത്തിൽ നേരിടാം. ഒന്നാമത്തേത്, അവൻ ആക്രമിച്ചതിനേക്കാൾ ആക്ഷേപിച്ചതിനേക്കാൾ അധികമായി പ്രതികരിക്കുക എന്നുള്ളതാണ്. അത് പാടില്ലാത്ത കാര്യമാണ്, അത് ദുൽമാണ്, അക്രമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, അങ്ങനെയുള്ള അക്രമികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. മറ്റൊന്ന് തത്തുല്യമായി നേരിടലാണ്. തത്തുല്യമായി നമുക്ക് അനുഭവിക്കേണ്ടി വന്നതിന് തത്തുല്യമായ രൂപത്തിൽ കൂടാതെ നിലയിൽ തത്തുല്യമായ നിലയിൽ അതിനെ നേരിടലാണ്. അത് നമുക്ക് അനുവദിച്ച കാര്യമാണ്. മൂന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫമൻ അഫാ വ അസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്. വിട്ടുവീഴ്ച ചെയ്താൽ, നന്മയിൽ വർത്തിച്ചാൽ അവന്റെ പ്രതിഫലം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ സമീപനമാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വീകരിക്കേണ്ടത്. എന്നാൽ ഇതെല്ലാവർക്കും സ്വീകരിക്കാൻ സാധിക്കൂല. അല്ലാഹുവിന്റെ വിശിഷ്ടരായ മുഹ്സിനീങ്ങളായ അടിമകൾക്ക് മാത്രമാണ് അതിന് സാധിക്കുന്നത്. അല്ലാഹു പറഞ്ഞു, വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുന്നവർ, ഇന്നഹു വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അങ്ങനെയുള്ള മുഹ്സിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇഷ്ടപ്പെടുന്നു. അപ്പോൾ മുഹ്സിനീങ്ങൾക്ക് മാത്രം സാധിക്കുന്ന, അള്ളാഹുവിൻ്റെ ഉന്നതരായ, അള്ളാഹുവിൻ്റെ വിശിഷ്ടരായ അടിമകളായ മുഹ്സിനീങ്ങൾക്ക് സാധിക്കുന്ന കാര്യമാണ് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ഈ സമീപനം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം. അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് ലഭിക്കുന്ന, അള്ളാഹുവിൻ്റെ വലിയ പ്രതിഫലം ലഭിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കണക്കില്ലാത്ത പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് സബ്ർ ചെയ്യുക, വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉപദ്രവങ്ങളും പ്രയാസങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഇത് ചിന്തിക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, നാലാമത്തേത്, ക്ഷമിക്കുന്നതിലൂടെ കൈവരുന്ന മനസ്സമാധാനത്തെക്കുറിച്ച് ആലോചിക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ തിരിച്ച് പ്രതികരിക്കുന്നതും തിരിച്ച് അവനോട് പ്രതികാര നടപടികളൊക്കെ സ്വീകരിക്കുന്നത് സമാധാനം കിട്ടാൻ വേണ്ടിയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സമാധാനം നിലകൊള്ളുന്നത്, യഥാർത്ഥത്തിൽ ഹൃദയത്തിന് സമാധാനം കൈവരുന്നത് നമ്മൾ ക്ഷമിക്കുമ്പോഴാണ്, നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുമ്പോഴാണ്. അപ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൻ്റെ സമാധാനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഇബാദത്തിനായാലും നമ്മുടെ കുടുംബ ജീവിതത്തിനായാലും മക്കളുടെ തർബിയത്തിനായാലും ഹൃദയത്തിൻ്റെ സമാധാനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അതിനെ നഷ്ടമാക്കുന്ന, അതിൽ കുറവ് വരുത്തുന്ന, അതിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന, ഹൃദയത്തെ അസമാധാനത്തിലേക്ക് തള്ളിവിടുന്ന, ഹൃദയത്തെ ആകെ എടങ്ങേറാക്കി കളയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. ഹൃദയത്തിൻ്റെ സമാധാനം അത് വിട്ടുവീഴ്ച ചെയ്യുന്നതിലാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം, വിട്ടുവീഴ്ച ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ഇസ്സത്തിനെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ്. ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞതായി കാണാൻ സാധിക്കും. നമ്മൾ പ്രതികാരം ചെയ്യുമ്പോൾ വ്യക്തിപരമായ വിഷയത്തിൽ നമ്മൾ പ്രതികാരം ചെയ്യുമ്പോൾ നമ്മുടെ ഖൽബിൽ അത് വല്ലാത്തൊരു നിന്ദ്യത അവശേഷിപ്പിക്കാതിരിക്കില്ല. വ്യക്തിപരമായ വിഷയത്തിൽ നമ്മൾ പ്രതികരിക്കാൻ നിൽക്കുമ്പോൾ, തിരിച്ചുപദ്രവിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഖൽബിൽ വല്ലാത്തൊരു നിന്ദ്യത അത് അവശേഷിപ്പിക്കുക തന്നെ ചെയ്യും. എന്നാൽ വിട്ടുവീഴ്ച ചെയ്താലോ അതുവഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇസ്സത്ത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദുനിയാവിൻ്റെ മാനദണ്ഡങ്ങൾ വെച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ, തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ താഴ്ന്നു പോകുമല്ലോ എന്ന് ചിന്തിക്കും. അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വമാ സാദല്ലാഹു ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ. മാപ്പ് നൽകുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. നമ്മൾ മൗനം പാലിച്ചത് കൊണ്ടോ നമ്മൾ തിരിച്ചു പ്രതികരിക്കാതിരുന്നത് കൊണ്ടോ ഒന്നും നമുക്ക് നഷ്ടമാകുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഇസ്സത്ത് അതുവഴി വർദ്ധിക്കും എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. മറ്റൊന്ന് സഹോദരങ്ങളെ, ആറാമത്തെ കാര്യം, അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. ഏത് അമലിലും പ്രതിഫലം ലഭിക്കുന്നത് അതേ ജിൻസിലായിരിക്കും. നമ്മൾ മാപ്പ് നൽകിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും മാപ്പ് നൽകും. ഇത് ചിന്തിക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അള്ളാഹുവിനോടുള്ള ഹഖിന്റെ വിഷയത്തിൽ വലിയ വീഴ്ച വരുത്തിയവരാണ് നമ്മൾ. ജീവിതത്തിൽ വലിയ അക്രമങ്ങൾ ചെയ്തു കൂട്ടിയവരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാപ്പിന് വേണ്ടി ആവശ്യക്കാരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാപ്പ് നൽകിയില്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ മാപ്പ് നമുക്ക് ലഭിച്ചില്ല എങ്കിൽ നമ്മൾ തീർന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അഫ്വിന്, അവൻ്റെ മാപ്പിന് ആവശ്യക്കാരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ മറ്റ് സൃഷ്ടികൾ നമ്മെ ഉപദ്രവിക്കുമ്പോൾ, മറ്റു സൃഷ്ടികളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഉപദ്രവങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ മാപ്പിനും വിട്ടുവീഴ്ചയ്ക്കും ആവശ്യക്കാരായ നമ്മൾ മറ്റുള്ളവർക്ക് മാപ്പ് ചെയ്തു കൊടുത്താൽ അതുവഴി അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകുമെന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മഹാനായ അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ച്, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയെക്കുറിച്ച്, നമ്മുടെ ഉമ്മയെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ച് മുനാഫിഖുകളായ ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്താൻ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദഅവത്തിനെ
ആളുകൾ മോശമായി കാണാൻ വേണ്ടി നമ്മുടെ ഉമ്മയെക്കുറിച്ച് കടുത്ത ആരോപണം മുനാഫിഖുകളായ ആളുകൾ പടച്ചുവിട്ടു. അത് ചില ആളുകൾ ഏറ്റെടുത്തു. ആ ഏറ്റെടുത്തവരുടെ കൂട്ടത്തിൽ മിസ്തഹ് എന്നു പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചെലവിൽ ജീവിച്ചിരുന്ന ആളാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചിലവിൽ ജീവിച്ചിരുന്ന ആളാണ് മിസ്തഹ്. ഈ തന്റെ മകളെക്കുറിച്ച് ഈ കടുത്ത ആരോപണം, ഒരിക്കലും ചേരാത്തൊരാരോപണം മിസ്തഹ് പറഞ്ഞു നടന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തീരുമാനമെടുത്തു. അദ്ദേഹം അള്ളാഹുവിന്റെ നാമം മുന്നിൽ വെച്ചുകൊണ്ട് ശപഥം ചെയ്തു, വല്ലാഹി, അള്ളാഹുവാണ് സത്യം, ഞാൻ മിസ്തഹിന് ഇനി ഒന്നും ഒരിക്കലും നൽകുകയില്ല എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തീരുമാനമെടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ തീരുമാനത്തെ തിരുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിപ്പിച്ചു. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്താണ്. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അതുകൊണ്ട് മാപ്പ് ചെയ്യുക, വിട്ടുവീഴ്ച ചെയ്യുക എന്നർത്ഥം വരുന്ന ആയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം ആ നിമിഷം തന്റെ തീരുമാനം മാറ്റുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ മഗ്ഫിറത്തിനും അഫ്വിനും ആവശ്യക്കാരനായിരുന്നെങ്കിൽ ജീവിതത്തിൽ നിരന്തരം പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, കണ്ണുകൊണ്ടും കാതുകൊണ്ടും നാവുകൊണ്ടും നിരന്തരം പാപങ്ങളിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്രമേൽ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്, എത്രമേൽ അള്ളാഹുവിന്റെ മാപ്പിനെ നമ്മൾ ആവശ്യക്കാരാണ്. അതുകൊണ്ട് നമ്മളോട് ഉപദ്രവിച്ചവരോട്, നമ്മളെക്കുറിച്ച് ആക്ഷേപം പറഞ്ഞവരോട്, നമ്മളോട് അക്രമം കാണിച്ചവരോട് മാപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹി الذي نصر عبده وأيد جنده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الموفين عهده. ഏഴാമത്തെ കാര്യം, മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാൻ സഹായകരമായ ഏഴാമത്തെ ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക എന്താണ് എന്ന് പഠിച്ച് അത് ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ലഖദ് കാന ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ആർക്കാണുള്ളത്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അല്ലാഹുവിനെ പ്രതീക്ഷിക്കുന്നവർക്ക്, അതുപോലെ തന്നെ അന്ത്യദിനത്തെ, പരലോകത്തെ പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉന്നതമായ മാതൃകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. റസൂലിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് കാണാൻ സാധിക്കും. വല്ലാഹി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യങ്ങൾ അറിയുന്ന, അവിടുത്തെ രഹസ്യ ജീവിതത്തെക്കുറിച്ച് ധാരാളമായി അറിയുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് പറയുന്നത്, വല്ലാഹി മൻ തഖമ ലിനഫ്സിഹി ഫി ഷൈഇൻ യുഅ്ത ഇലൈഹി ഖത്തു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തിപരമായ വിഷയത്തിൽ ഒരിക്കലും അവർ അവിടുന്ന് പ്രതികാര നടപടി സ്വീകരിച്ചിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ തുൻതഹക ഹുർമാത്തുല്ലാഹി ഫയൻതഖിമു ലില്ലാഹ്. എന്നാൽ അല്ലാഹു പവിത്രമാക്കിയ കാര്യങ്ങൾ അത് ലംഘിക്കപ്പെട്ടാൽ അല്ലാഹുവിനു വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതികാര നടപടി സ്വീകരിക്കും. അവിടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൗനം പാലിക്കാറില്ല. പലപ്പോഴും അല്ലാഹുവിന്റെ ദീൻ ചവിട്ടി മരിക്കപ്പെടുന്നത് കാണുമ്പോൾ, അല്ലാഹുവിന്റെ ദീനിനെതിരെ സംസാരിക്കുന്നത് കാണുമ്പോൾ, ബിദ്അത്തുകൾ അത് പ്രബോധനം ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ, ശിർക്ക് കാണുമ്പോൾ, അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ച കാര്യങ്ങൾക്കെതിരെ ആളുകൾ സംസാരിക്കുന്നത് കാണുമ്പോൾ ബുദ്ധിപരമായ മൗനം ദീക്ഷിക്കുന്നവരാണ് നമ്മൾ. അതിനു മുമ്പിൽ വലിയ സമാധാനവും അതിന്റെ മുമ്പിൽ വലിയ വിട്ടുവീഴ്ചയും പറയുന്നവരാണ് നമ്മൾ. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയായിരുന്നില്ല. അവിടെ വിട്ടുവീഴ്ചയും അവിടെ സ്നേഹവും അവിടെ
എവിടെന്നുമില്ലാത്ത കുറെ അനുകമ്പയും കാണിക്കേണ്ടവരല്ല നമ്മൾ. അള്ളാഹുവിന്റെ ദീനിന്റെ ഹുർമാത്തുകൾ ലംഘിക്കപ്പെടുമ്പോൾ, അള്ളാഹുവിന്റെ ദീനിനെതിരെ സംസാരിക്കുന്നത് കാണുമ്പോൾ, ശിർക്ക് പ്രബോധനം ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ, തൗഹീദിനെതിരെ സംസാരിക്കുന്നത് കാണുമ്പോൾ, മുഹമ്മദ് മുസ്തഫയുടെ സുന്നത്തുകൾക്കെതിരെ കുരച്ചു ചാടുന്നത് കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടവരും അതിനെതിരെ സംസാരിക്കേണ്ടവരും ആ കാര്യങ്ങൾ തിരുത്തി കൊടുക്കേണ്ടവരും അതിനെതിരെ ജ്വലിച്ചു നിൽക്കേണ്ടവരുമാണ് നമ്മൾ. പലപ്പോഴും അത്തരം സന്ദർഭങ്ങളിൽ മൗനം പാലിക്കുകയും അത്തരം സന്ദർഭങ്ങളിൽ വിട്ടുവീഴ്ചയുടെ വലിയ പാഠങ്ങളെക്കുറിച്ച് വാളോരാതെ സംസാരിക്കുകയും, വ്യക്തിപരമായ വിഷയങ്ങൾ വരുമ്പോൾ, സ്വന്തത്തിനെതിരെ എന്തെങ്കിലും ഉപദ്രവങ്ങൾ വരുമ്പോൾ, സ്വന്തത്തിനെതിരെ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ സിംഹഗർജനം നടത്തുകയും ചെയ്യുന്ന ആളുകളാണ് അധിക ആളുകളും. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിപരമായ വിഷയത്തിൽ ഒരിക്കൽ പോലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതികാര നടപടി സ്വീകരിച്ചിട്ടില്ല. ആ മാതൃകയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അതുകൊണ്ട് വ്യക്തിപരമായ ഉപദ്രവങ്ങൾ വരുമ്പോൾ, വ്യക്തിപരമായ പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കാൻ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതൃക കാണിച്ചു തന്നതുപോലെ ക്ഷമ അവലംബിക്കാൻ, വിട്ടുവീഴ്ച നടപടി സ്വീകരിക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ ദീൻ കൽപ്പിച്ചതനുസരിച്ച് ജീവിക്കാൻ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടെ, അഭിമാനത്തോടെ അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു നിന്ന് ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തും ആഫിയത്തുമുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർ റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ുള്ള മലക്കുകൾ അവരോട് ചോദിക്കും, അലം യഅ്തികും നദീർ. അവരുടെ മനസ്സിൽ ഖേദമുണ്ടാക്കുന്ന രൂപത്തിൽ, മാനസികമായും ശിക്ഷ അനുഭവിക്കത്തക്ക രൂപത്തിൽ മലക്കുകൾ ചോദിക്കും, അലം യഅ്തികും നദീർ. നിങ്ങൾക്ക് താക്കീതുകാരൻ വന്നില്ലയോ? നിങ്ങൾക്ക് താക്കീതുകാരൻ വന്നില്ലയോ? ഈ നരകമുണ്ടെന്നും തിന്മകൾ ചെയ്ത് ജീവിച്ചാൽ, അള്ളാഹുവിന്റെ കൽപ്പനയെ നിരാകരിച്ച് ജീവിച്ചാൽ, അള്ളാഹുവിന്റെ കൽപ്പനകളെ മുഖവിലക്കെടുക്കാതെ ജീവിച്ചാൽ, അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ട് ജീവിച്ചാൽ, അള്ളാഹു ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങളെ ചെയ്യാതെ ജീവിച്ചാൽ നരകമുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് താക്കീതുകാരൻ വന്നില്ലയോ? അലം യഅ്തികും നദീർ. നിങ്ങൾക്ക് താക്കീതുകാരൻ വന്നില്ലയോ എന്ന് ചോദിക്കും. ആ സമയത്ത് നരകവാസികൾ പറയും, ബല ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സല അല്ലാഹു മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. ഞങ്ങൾക്ക് താക്കീതുകാരൻ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളെന്നാൽ കളവാക്കി. അള്ളാഹു ഒന്നും അവതരിപ്പിച്ചിട്ടില്ല.